കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. വളരെ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വെറും ഒരു മണിക്കൂറൊക്കെ കൊണ്ട് നമുക്കത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനുള്ള സമയത്തോ അല്ലെങ്കിൽ കുട്ടികളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ ഒക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ല ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമുക്ക് ഈ പുഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിനായിട്ട് നമുക്ക് ആദ്യം 3 ടേബിൾ സ്പൂൺ അളവിന് കോൺഫ്ലവർ ആണ് വേണ്ടത്. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ ആണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചെടുത്താൽ ഇത് നമുക്ക് ആ തിക്കായ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ചോക്ലേറ്റിൻ്റെ നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണും, അല്ല നമുക്ക് ഒരു ചെറിയ ഒരു മോഡറേറ്റ് ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് ഇട്ടാൽ മതി കൊക്കോ പൗഡർ. ഇപ്പോൾ ഈ കോൺഫ്ലവറും കൊക്കോ പൗഡറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 4 തൊട്ട് 5 ടേബിൾ സ്പൂൺ അളവിന് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാലല്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ടായാലും ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു ലംസ് ഒന്നും ഇല്ലാതെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിന് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ എന്ത് പുഡിങ്ങിൻ്റെ ചെയ്താലും നമ്മൾ അതിൽ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കണം. ഇപ്പോൾ 4 തൊട്ട് 5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് എത്രയാണ് മധുരം വേണ്ടതോ അതനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാൻ മതി. പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് അതിൽ മധുരം ഇല്ലെങ്കിൽ അവർ കഴിക്കത്തില്ല. നമ്മൾ ഇതിന് പകരം സാധാ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്ന് ആലോചിച്ചാൽ നമുക്ക് കുറച്ച് ശർക്കര വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് നമുക്ക് പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച ശേഷം മാത്രം നമ്മൾ ഇത് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വിടാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഒരുമാതിരി അവിടെ കട്ടയായിട്ട് ഫോം ആകും. ഇപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 തൊട്ട് 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നമുക്ക് നല്ല തിക്കായ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ വരും. പക്ഷേ നമ്മൾ ഇതിൽ നല്ലപോലെ ഇങ്ങനെ ബബിൾസ് വരും വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ കസ്റ്റർഡ് പൗഡർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉടനെ തന്നെ വരും. ഇത് നമുക്ക് കോൺഫ്ലവർ ആയതുകൊണ്ട് ശകലമൊന്ന് സമയമെടുക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഒന്ന് കുറുകി വരണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നല്ല കുറച്ച് കട്ടിയായിട്ടും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിലോട്ട് നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചൂടായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് ജാറ് എടുക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ കണ്ടെയ്നറിലായാലും നമുക്കിത് വെക്കാം. ചിലപ്പോൾ ചൂടായിട്ട് ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ 2 ബൗളിലായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ഒരു അളവിന് നമുക്കൊരു ഇതുപോലെ ഒരു 3 ബൗൾ നമുക്ക് സെറ്റ് ചെയ്യാം. പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെളിയിലിരുന്ന് നോർമൽ റൂം ടെമ്പറേച്ചർ ആകും വരെ പുറത്ത് വെച്ചിട്ട് പിന്നെ ഇത് നമുക്ക് നല്ല തണുത്തിട്ട് നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മണിക്കൂർ സാധാ റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഫ്രീസറിലല്ല, സാധാ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് എടുക്കാം. പിന്നെ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ച് എടുക്കാം. ഫ്രീസറിൽ നമ്മൾ ഗ്ലാസ് ജാർ വെക്കുമ്പോൾ ഫ്രീസർ സേഫ് ആയിട്ടുള്ള ഗ്ലാസ് ജാർ മാത്രം വെക്കുക. ഇല്ലെങ്കിൽ നമുക്കത് പൊട്ടിപ്പോവും, ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് തണുപ്പ് വരുമ്പോൾ. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു അരമണിക്കൂർ പുറത്ത് വെച്ചു, 1 മണിക്കൂർ അടുപ്പിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇതിനെ ഇതുപോലെ അപ്സൈഡ് ഡൗൺ കമത്തി എടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമ്മൾ ചോക്ലേറ്റ് പുഡിംഗ് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ നമുക്കിതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആവശ്യമൊന്നുമില്ല, നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സീവിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ഈവനായിട്ട് ഇതിങ്ങനെ കിട്ടും. ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇതിൻ്റെ പുറത്ത് ഞാൻ ചെറുതായിട്ട് കുറച്ച് ചോക്കോ ചിപ്പും കൂടെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡിയാണ്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.